അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ്, വളരെ നല്ല മനുഷ്യനുമാണ്. ഞാൻ പുതിയ ഓട്ടോഗ്രാഫ് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ആ റിബൺ തന്നെയാണ് വേണ്ടത്. അതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തൂ പ്ലീസ്. ഇതിനു വേണ്ടി ഏതെങ്കിലും പോലീസുകാരനെ നിയമിക്കൂ. അതിന് പോലീസുകാരൊക്കെ എവിടെ? അതറിയാവുന്നത് അങ്ങേക്ക് മാത്രാണല്ലോ. അത് അങ്ങയുടെ പോലീസുകാരല്ലേ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാ പോലീസുകാരും അവധിയിലാണ്. ഖന്ന സാറിന്റെ ബാങ്കിലേക്ക് ഇന്ന് സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിക്ക് പോലും ഇവിടെ ആരുമില്ല. അപ്പൊ പിന്നെ സൂപ്പർ സ്റ്റാറിന്റെ ഗതി എന്താകും? സൂപ്പർ സ്റ്റാറിനെ വിട്ടേക്കടേ. എന്റെ കാര്യം എന്താവുന്ന എനിക്ക് പേടി. എന്നെ തീർച്ചയായും സസ്പെൻഡ് ചെയ്യും. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് അവധി കൊടുത്തത്. അങ്ങ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങള് പോലീസുകാരായി മാറി ആ ഡ്യൂട്ടിയിലേക്ക് പോവാം. ഇത് നല്ല ഐഡിയ ആണ് സാർ. നിങ്ങൾക്ക് എന്താണോ വട്ടാണോ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ എന്നെ തീർച്ചയായും സസ്പെൻഡ് ചെയ്യും. എന്നാ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ കാര്യം ആരും തന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതെ, ഞങ്ങൾ എല്ലാവരും യൂണിഫോം ഇട്ട് അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ വളരെ നന്നായിട്ട് ആ ജോലി ചെയ്തു തീർക്കും. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ തടഞ്ഞു നോക്ക്. ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ ഒരു ചാൻസ് കൊടുത്തു നോക്ക്. അടികൈ. ഓക്കേ ഓക്കേ, വൈകിട്ട് ഫംഗ്ഷൻ ആണ്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ പാണ്ഡ, ഞങ്ങൾക്ക് സ്വീകരണമൊന്നും ഇല്ലേ? നീ വെറും പോലീസുകാരനാണ്, സൂപ്പർ സ്റ്റാർ അല്ല. സൂപ്പർ സ്റ്റാർ ദിനേശ് കുമാർ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിട്ട യൂണിഫോം ചെറുതായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനിട്ടത് പോപ്പട്ടിന്റെ യൂണിഫോം ആയിരുന്നെന്ന്. എല്ലാവരും അലർട്ട് ആയിരിക്കണം. ആരും തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കേ സർ. ഇന്ന് നമ്മുടെ ബാങ്കിന്റെ 50ാമത് വാർഷികമാണ്. അടികൈ. അടങ്ങിയിരിക്കെ എന്റെ അമ്മച്ചി. എന്നെ വിടൂ, എനിക്കൊന്നും അറിയില്ല. ഞാൻ പോയിക്കോട്ടെ. സംശയമുണ്ടോ? വേഗം ഓടി രക്ഷപ്പെട്ടോ. വളരെ നന്നായി, കിഡ്നാപ്പേഴ്സിനെ പിടിച്ചല്ലോ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. സബാഷ് ഹണി ബണി. സാർ, എന്നെ മരത്തിൽ നിന്നും ഇറക്കൂ. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? റോഡിലെ പൊടികൾ മുഴുവൻ മുകളിലേക്ക് പോകുന്നു. ഞങ്ങളുടെ ബാങ്ക് ഫംഗ്ഷനിലേക്ക് സൂപ്പർ സ്റ്റാർ വരുന്നു. അടികൈ. നിങ്ങൾ കവിത പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എനിക്കാണെങ്കിൽ നെഞ്ച് പടപട നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എനിക്കറിയില്ല. BP കൂടിക്കഴിഞ്ഞാൽ ആർക്കും വരും ഹാർട്ട് അറ്റാക്ക്. എന്റെ കവിത കേട്ടാൽ അതിപ്പോ തന്നെ പോക്ക്. അടികൈ. എനിക്ക് കവിതയൊന്നും കേൾക്കണ്ട, എനിക്ക് കരച്ചിലാണ് വരുന്നത്. ചന്ദ്രനിൽ പോയി ഇറങ്ങി നീൽ ആംസ്ട്രോങ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ ക്രൈഞ്ഞ്? എടോ, ഞാൻ കരയുകയൊന്നുമല്ല.
പിന്നെ ആരാ കരയുന്നത്? ഈഷ്, കിറ്റി നീ എന്തിനാണ് കരയുന്നത്? അതിന്റെ കാരണം ഞാൻ പറയാം. എന്റെ അമ്മച്ചി. ഈഷ്. നീ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. കിറ്റിയുടെ റിബൺ കളഞ്ഞു പോയിരിക്കുകയാണ്. എന്ത്? നാട്ടുകാരുടെ റിബൺ കണ്ടുപിടിക്കലാണോ എന്റെ ജോലി? നാട്ടുകാരുടെ അല്ല, കിറ്റിയുടേതാണ്. കിറ്റിയുടെ ബ്ലൂ റിബൺ കാണുവാനില്ല. ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവും. ഉടൻ കണ്ടുപിടിക്കണം. എടാ, ഞാൻ തന്നെ തലയ്ക്ക് ടെൻഷൻ പിടിച്ചിരിക്കുകയാണ്. ചന്തയിൽ പോയാൽ മലക്കറി വാങ്ങി തിരിച്ചു വരാം. കിറ്റി, നിനക്ക് ഞാൻ പുതിയ റിബൺ വാങ്ങിത്തരാം. അടികൈ. എന്താ കിട്ടി? പ്രോബ്ലം സോൾവ് ആയല്ലോ. സംശയമുണ്ടോ? ഇല്ല, എനിക്ക് ആ റിബൺ തന്നെയാണ് വേണ്ടത്. അതിലെ കോളിയുടെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. ഈ നദിയിലേക്ക് വലിച്ചെറിയാം. ഇത് ചീറ്റിംഗ് ആണ്. ഒരാളുടെ പേര് പറഞ്ഞിട്ട് 3 പേര് വരുന്നോ? ഇത് ചീറ്റിംഗ് ആണ്. നിക്കടവിടെ. വേണ്ട. ഓരോരുത്തരടുത്തല്ലേ. നിങ്ങളെന്തായി കാണിക്കുന്നേ? നിങ്ങൾ ആരുടെ പക്ഷക്കാരാണ്? മാനേജറെ, താൻ കാണിച്ച ഈ പ്രവൃത്തി കാരണം ജീവിതകാലം മുഴുവൻ അഴിയെണ്ണിയാ മതി. വിശേഷ ദിവസത്തിൽ സൂപ്പർ സ്റ്റാർ ദിനേഷ് കുമാർ വന്നിരിക്കുകയാണ്. അടികൈ. കന്നാ സാറേ, ഇന്നെന്താ കവിതയൊന്നും ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ വെറുതെ ധൃതി പിടിക്കാതെ ഇതാ കേട്ടോളൂ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. സൂപ്പർ സ്റ്റാറിന് ഗുണ്ടകൾ ഡ്യൂപ്പുകളെ ഇടിക്കും. അടികൈ. സിൽവർ ജൂബിലിയുടെ അന്നനെ നിനക്ക് സസ്പെൻഡ് ആവണമെന്നുണ്ടോ? എന്തിനാ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ കളിയാക്കുന്നത്? ഓ, എന്നോട് ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു പോയതാ. തെറ്റിപ്പോകും, തെന്നിപ്പോകും, തെറിച്ചു വീണാൽ കാറ്റ് പോകും. ആ, ഞാൻ കവിത നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞുതരാം. നമുക്ക് വേണ്ടി ഇവിടെ സ്നേഹത്തോടെ എത്തിയിരിക്കുന്നു നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ ഇവിടെ 2 വാക്ക് സംസാരിക്കുന്നു. അടികൈ. സൂപ്പർ സ്റ്റാർ ദിനേഷ് കുമാർ എത്തിയിരിക്കുന്നു. വാ, ഷൂട്ട് ചെയ്യാം. കൊച്ചളിയ, അവന്മാരെ പിടിക്ക്. ഇവന്മാര് സൂപ്പർ സ്റ്റാറിനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പിടിക്ക്. ഉത്സവത്തിന് പ്രധാനമായും വേണ്ടത് ആനയെയാണ്. ഇദ്ദേഹത്തെ തല്ലുന്ന എന്തിനാ? ഇദ്ദേഹം ക്യാമറാമാനാണ്. ഇയാള് സൂപ്പർ സ്റ്റാറിനെ ഷൂട്ട് ചെയ്യാൻ നോക്കായിരുന്നു. മുഴുവൻ പ്രോഗ്രാമും കവർ ചെയ്യണം. സൂപ്പർ സ്റ്റാർ ചീഫ് ഗസ്റ്റ് അല്ലേ, പിന്നെ ഷൂട്ട് ചെയ്യാതെ എങ്ങനെയാണ്? ഇവർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോറി, കൺഫ്യൂസ് ആയി പോയതാട്ടോ. എന്നാൽ എനിക്ക് പേടിയാകുന്നു. ഞാൻ ഉടൻ തന്നെ പോകണം. അങ്ങീ ചെറിയ കാര്യം കണ്ട് ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? ഇവൻ പോവാണ്. ഇവനെങ്ങനെ കിഡ്നാപ്പ് ചെയ്യും? എല്ലാം നശിപ്പിച്ചു. കൊച്ചളിയ, ദേ ഇവിടെയുണ്ട് 2 ക്യാമറാമാൻസ്. ആരും അനങ്ങി പോകരുത്. ഞങ്ങൾ ആരെയും തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങൾ സൂപ്പർ സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. അത് ശരി, സൂപ്പർ സ്റ്റാറിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നോ? തന്റെ കാര്യം ഇതോടെ തീർന്നു. ഓടിക്കോ, നമ്മളിപ്പോൾ പിടിക്കപ്പെടും. ഓടിക്കോ.
ഐ. ഈഷ്, അവർ രക്ഷപ്പെടാൻ പാടില്ല. പിടിക്കൂ. പിടിക്കേ. എന്റെ അടുത്ത് കളിക്കാൻ വന്നാ തീർക്കും ഞാൻ. അവനെ വിടരുത്. പിടിക്കേ. ഇതന്നെ പറഞ്ഞത്. മര്യാദക്ക് അവിടെ തന്നെ നിക്ക്. അതാണ് നല്ലത്. ഹണി ഏയ്, വേഗം ചെല്ല്. എന്റെ പണി തീർന്നു. ഹലോ, എനിക്ക് റൂം വേണം. എത്ര റൂമാ വേണ്ടത്? ഒരെണ്ണം മതി. ഒസൂറിന് വിശ്രമിക്കാനുള്ളതാ. ഇതാണ് സെക്രട്ടറി. പ്രോഗ്രാം എല്ലാം നോക്കുന്നത് ഇദ്ദേഹമാണ്. ഇവരെ കൂടാതെ ഞങ്ങൾ രണ്ടാളും. എക്സ്ട്രാ പേഴ്സണൽ ചാർജ് ഈടാക്കും. എക്സ്ട്രാ പൈസ ഒന്നും തരാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ്. എത്ര കാശ് വേണമെങ്കിലും മേടിച്ചോ, പക്ഷേ റൂം വേണം. അങ്ങയുടെ ശബ്ദം എവിടെയോ കേട്ട പോലെയുണ്ട്. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകണം, കാരണം അത്ര മധുരമുള്ള ശബ്ദമാ. ഞങ്ങൾക്ക് നല്ല സെക്യൂരിറ്റി വേണം, കാരണം കോടിക്കണക്കിന് കാശ് ഞങ്ങളുടെ കയ്യിലുള്ളതാ. ഇവർക്ക് നമ്മളുടെ സ്പെഷ്യൽ റൂം കൊടുത്തേക്ക്. നന്ദിയുണ്ട് സുഹൃത്തെ. നിങ്ങൾ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങ് റൂമിലേക്ക് വെക്കോളൂ. സാധനങ്ങൾ ബോയ് എടുത്തോണ്ട് വന്നോളും. ഗുലാം, ആ ബാഗ് നീ എടുത്തോണ്ട് വന്നാൽ മതി. സംശയമുണ്ടോ? ആ, എല്ലാം ശരിയാക്കാം. ഇതാണ് സാർ നിങ്ങളുടെ മുറി. ഇന്ന ഇത് വെച്ചോ. താങ്ക് യു. കന്ന സാർ പറഞ്ഞത് ബെഡിൽ കിടന്ന് ഉറങ്ങിയെന്നാ. എഴുന്നേറ്റപ്പോൾ വെള്ളത്തിലായിരുന്നു. അപ്പോഴായിരുന്നു നദിയിൽപ്പെട്ട കാര്യം തന്നെ അറിഞ്ഞത്. ഇതിൽ കിടന്നുറങ്ങിയപ്പോൾ എങ്ങനെയാ നദിയിൽ പോയി പെട്ടത്? എന്നാലേ നമുക്ക് നദിയിൽ ചാടാം. അപ്പൊ ഇവിടെ എത്തുമെന്ന് നോക്കാലോ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹണി? എല്ലാവരും കേട്ടോ, ഇത് നമ്മൾ കുറച്ച് കരുതലോടെ ചെയ്യേണ്ട കാര്യമാണ്. അതെ, നമുക്ക് ഉറങ്ങാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിടികിട്ടും. എന്നാൽ എനിക്കിപ്പോ ഉറക്കം വരുന്നേ ഇല്ല. ഇവിടെ തന്റെ തലക്കകത്തെന്താ കളിമണ്ണാണോ അതോ കരിങ്കല്ലാണോ? നമ്മൾ ഉറങ്ങുന്നില്ല, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. അഭിനയിക്കാൻ അറിയാലല്ലേ? എന്നെ നോക്ക്. ഒന്ന് നിർത്ത്, നിർത്ത് ചേട്ടാ, വണ്ടി നിർത്ത്. ഇവിടെ ആരാ വണ്ടി ഓട്ടിക്കുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കറാത്ത ചെയ്യുന്നത് പോലെ സൗണ്ട് കൊടുക്ക്. സംശയമുണ്ടോ? രക്ഷിക്കേ, രക്ഷിക്കേ, ബണ്ണി. എടാ എന്താ ഇത്? രക്ഷിക്കേ, ബണ്ണി. ബണ്ണി വേഗം വാ. രക്ഷിക്കേ, വേഗം രക്ഷിക്കേ. ആ, കയ്യിലേക്ക് പിടിച്ചോ. എന്താ 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 സംഭവിച്ച? ഇവര് പറയുന്നത് നുണയാണ് സാർ. ഇവർ ഞങ്ങളുടെ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. എടോ, ഇന്നലെ രാത്രി ഞങ്ങൾ തന്റെ ഹോട്ടലിലാ താമസിച്ചിരുന്നേ. എന്റെ സാറേ, ഒരു പക്ഷെ അവർ ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നെങ്കിൽ ഈ എൻട്രി ബുക്കിൽ അവർ രജിസ്റ്റർ ചെയ്യണമല്ലോ. എന്റെ പൊന്നു, ഇതിനകത്ത് ഒരു എൻട്രിയുമില്ല. കുരയ്ക്കുന്ന ഡോഗ് ഒരിക്കലും കടിക്കില്ല. എന്റെ എൻട്രി ഇല്ലേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അടികൈ. എന്റെ പൊന്ന് കവി സാമ്രാട്ടെ, ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് റോഡിൽ ചെന്ന് എത്ര കവിത വേണമെങ്കിലും പാടിക്കോ. ഇനി എന്റെ സ്റ്റേഷൻ പരിധിക്കകത്തൊന്നും പ്രശ്നം ഉണ്ടാക്കി അറിഞ്ഞ ഇടിച്ചു പൊടിച്ച് പപ്പടമാക്കി പായസം കൂട്ടി ഞാൻ അങ്ങ് തിന്നും. പറഞ്ഞില്ലെന്ന് വേണ്ട. കട്ടവനെ വിട്ടിട്ട് കണ്ടവനെ പിടിച്ചു. ഈ പോലീസുകാരൻ എന്നെ ചതിച്ചു. അടികൈ. നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയോ? ഹലോ, ഫുട്ബോൾ കൊണ്ട് ഫുട്ബോൾ ആണ് കളിക്കുന്നത്. ബണ്ണി, ഞാൻ കന്നെയാണ് വിളിക്കുന്നത്. അടികൈ. എടാ, അയാൾ ഫോണിൽ കൂടെ കവിത പറയാൻ നോക്കാണ്. ഇനി നീ ഫോൺ എടുക്കണ്ട. അത് ഖന്ന സാർ തന്നെ ആയിരിക്കും. കാതിൽ ഒരു ലോഡ് പഞ്ഞു വെക്കേണ്ടി വരും. സംശയമുണ്ടോ? വേറെ ആരോടെങ്കിലും അദ്ദേഹം കവിത പറഞ്ഞിട്ടുണ്ടാകും.
അത് കാരണം വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും. അത് ശരിയാടാ. കിറ്റി എന്തെങ്കിലും പ്രോബ്ലത്തിനാണെങ്കിലോ? ഹലോ കിറ്റി, എന്താണ് പ്രോബ്ലം? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എടാ ഞങ്ങളുടെ സാധനങ്ങൾക്ക് മോഷണം പോയിരിക്കുക. പ്രോബ്ലം എന്താ അത് പറയേ. അതല്ല ഞാൻ പറഞ്ഞത്. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. എടാ ഇവിടെ മോഷണം പോയിരിക്കാണ്, മോഷണം. അതെയോ? എല്ലായിടത്തും മോഷണം പോവല്ലോ. ആട്ടെ, അവിടെ മോഷണം പോയെങ്കിൽ കന്നാ സാറിന് എന്താ പ്രശ്നം? എടാ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഞാൻ എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ മോഷണം നടന്ന സാറിന് എന്താ? എടാ മോഷണം പോയത് ഞങ്ങളുടെ സാധനങ്ങളാണ്. നീ മര്യാദയ്ക്ക് മറ്റാരുടെയെങ്കിലും ഫോൺ കൊടുത്തേ. കൊച്ചളിയ, കന്നാ സാറ് ബുദ്ധിയുള്ളവരോടെ സംസാരിക്കുന്ന പറയുന്നത്. ആ പറയൂ കന്ന സാർ, എന്താ പ്രശ്നം? കന്ന സാറേ, സാറ് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഉടൻ തന്നെ അങ്ങ് വന്നേക്കാം. എന്താ സംഭവിച്ചത്? പോകുന്ന വഴി പറയാം. നമുക്ക് ഉടൻ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യേ.